സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചില അടിപൊളി ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷ പേപ്പറിലും കാണാറുണ്ട്. നമ്മുടെ പാരലൽ ലൈൻസ് നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. റെഡി ആണല്ലോ? അപ്പോൾ ഹൈ ഗൈസ്, വെൽക്കം ടു എജ്യൂപോൾ. നോക്കിക്കേടാ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡ്രോ ആൻ 8 cm ലോങ് ലൈൻ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ദ റേഷ്യോ 2:3. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യനിൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ 8 cm നീളമുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഇതിനെ കട്ട് ചെയ്യേണ്ട റേഷ്യോ നിങ്ങളോട് പറഞ്ഞത് 2:3 ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഏതാണോ റേഷ്യോ അത് നോക്കുക. 2:3 ആണെങ്കിൽ ആ 2ഉം 3ഉം കൂടി ഒന്ന് ആഡ് ചെയ്യുക, അപ്പോൾ 5 എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഈ എൻഡ് പോയിന്റ്സിൽ നിങ്ങൾ 5 cm ലോങ്ങിൽ ഒരു ലൈൻ വരയ്ക്കുക. 5 cm ലോങ്ങിൽ ഒരു ലൈൻ വരച്ചു. ഈ ലൈനിനെ 2:3 എന്ന് പറഞ്ഞ റേഷ്യോ കട്ട് ചെയ്യണം. അത് നമുക്ക് ഈസിയാണ്. അപ്പോൾ 5 cm ആണെങ്കിൽ 2ൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ ഇത് 2 ആയി ആൻഡ് ഇത് എന്തായി 3 ആയി. അപ്പോൾ 2:3 ഓക്കെ ആണ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ ഈ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്യുക. ഞാൻ ഈ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ 8 cm നീളമുള്ള ലൈനാണ്. ഇത് 5 cm നമ്മൾ 2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്തു. ഇനി വളരെ ഈസിയാടാ. ഇതിന് പാരലായിട്ട് ഇവിടെ നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കണം. ഇതിന് പാരലായിട്ട് ഈ പോയിന്റ് കൂടെ താഴോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ഈസി. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ എന്തായാലും സ്കെയിൽ ഉണ്ടാവുമല്ലോ ആൻഡ് സെറ്റ് സ്ക്വയർ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്കെയിൽ എടുക്കുക, സെറ്റ് സ്ക്വയർ എടുക്കുക. സ്കെയിൽ നിങ്ങൾ ഏകദേശം ഇങ്ങനെ സ്കെയിൽ പിടിക്കുക. ഈ ലൈന് കറക്റ്റ് ആയിട്ട് കേട്ടോ, ഈ ലൈൻ കറക്റ്റ് ആയിട്ട് സ്കെയിൽ പിടിക്കുക. സെറ്റ് സ്ക്വയർ ഇതിൻ്റെ നേരെ താഴെ ഇവിടെ ഇങ്ങനെ രീതിയിൽ സെറ്റ് സ്ക്വയറും പിടിക്കുക. എന്നിട്ട് ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കിയിട്ട് അപ്പോൾ പിന്നെ ഇവിടെ എത്തും നീക്കിയാൽ ലാസ്റ്റ് ഈ പോയിന്റിലെത്തും. ഈ പോയിന്റിലെത്തുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് നീട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് പാരലൈൻ വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ പാരലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ കിട്ടും. സിമ്പിളാണല്ലോ. അപ്പോൾ നോക്കിക്കേ, ഇത് നമ്മുടെ 8 cm നീളമുള്ള ലൈന്, അതിന് കട്ട് ചെയ്ത റേഷ്യോ എന്താ? 2:3. ഇതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും ഈ ലൈന് പാരലായിട്ട് നിങ്ങൾ വേറൊരു ലൈൻ വരയ്ക്കുമ്പോൾ അതും കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2:3. സിമ്പിൾ അല്ലേ? അതിന് ഇതേപോലെയുള്ള ഒരു അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 12 cm ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4. അവിടെ നമ്മൾ വരയ്ക്കേണ്ടത് റെക്ടാങ്കിൾ ആണ്. അപ്പോൾ നോക്കിക്കേ, സിമ്പിളാണ്. ഇവിടെ തന്ന റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ 12 ആണ്. നിങ്ങൾ ആ 12ന്റെ ഹാഫ് എടുക്കുക. 12ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? 6 cm. ഇനിയടാ, ഈ 6 cm ഏത് റെക്ടാങ്കിൾ ആണ് തരുന്നതെങ്കിലും നിങ്ങൾ ആ 6 cm ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ 6ൽ ലൈൻ വരയ്ക്കുക. ഏത് റെക്ടാങ്കിൾ ആണെങ്കിലും 6 അല്ല, തരുന്ന റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണോ അതിന്റെ ഹാഫ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ 6ൽ വരച്ചു സാർ, പ്രശ്നമൊന്നുമില്ല. റേഷ്യോ 3:4. 3:4 ആണെങ്കിൽ ആ 3ഉം 4ഉം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 7 cm നിങ്ങൾ ഒരു ലൈനും കൂടി വരച്ചു വെക്കുക. 7 cm ഒരു ലൈനും കൂടി വരച്ചേ. ഇനി അത് കട്ട് ചെയ്യുക. 3:4 എന്ന് പറഞ്ഞ റേഷ്യോ കട്ട് ചെയ്യുക. അപ്പോൾ ഇത് 3 ആൻഡ് ഇത് 4. ഇത് 3 cm, ഇത് 4 cm. ഇനി എന്താ? ഇനി വളരെ ഈസിയാണ്. നമ്മൾ പറഞ്ഞു ഈ രണ്ട് എൻഡ് പോയിന്റ്സും ജോയിൻ ചെയ്യുക. രണ്ട് എൻഡ് പോയിന്റ്സും ജോയിൻ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെടാ? ഇപ്പൊ നമ്മുടെ ഈ ലൈനിലെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 cm. ഇത് 6 ആണ്, ഇത് 3:4 ആണ്. ഇനി ഇതേ ലൈനിന് പാരലായിട്ട് ഈ പോയിന്റ് കൂടി ഇങ്ങനെ നമുക്കൊരു ലൈൻ വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കെയിൽ ഇങ്ങനെ ഇവിടെ സ്കെയിൽ ഇങ്ങനെ പിടിക്കുക. അതേപോലെ ഇതിൻ്റെ തൊട്ടതായിട്ട് സെറ്റ് സ്ക്വയർ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കി കൊണ്ടുവന്നാൽ ഇവിടെ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിലെങ്ങനെ ഒരു ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈസിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നോക്കിക്കേടാ, ഈസി. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ലൈനിന് പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈന് ഇവിടെ ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു പാരലൈൻ കിട്ടി. ഈസി. ഇനി ചെയ്യേണ്ടത് എന്താ? വളരെ സിമ്പിൾ. ഇത് ടോട്ടൽ 6 അല്ലേ പറഞ്ഞത്? അപ്പോൾ കട്ട് ചെയ്ത റേഷ്യോ ഇപ്പോൾ ഇത് 3, ഇത് 4 ആയി ആൻഡ് ടോട്ടൽ 6 ആണ്. ഇനി എടുക്കേണ്ടത് ഈ ഒരു സൈഡ് എടുക്കാം. ഇത് ലെങ്ത് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇത് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഇത് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് ഈ ഒരു 3 എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത ഈ ഒരു ഭാഗം ഇത് നിങ്ങൾ കോമ്പസിൽ എടുക്കുക. എന്നിട്ട് അത് കോമ്പസിൽ എടുത്തിട്ട് ഈ ഒരു എൻഡ് പോയിന്റിൽ വെക്കുക. താഴോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അതേ ലെങ്ത് ഇവിടെ വെക്കുക. താഴോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് റെക്റ്റാങ്കിൾ ആണെങ്കിൽ എല്ലാ ആംഗിളും 90 ഡിഗ്രി അല്ലേ? ഇനി ചെയ്യേണ്ടത് എന്താടാ? ഈ പോയിന്റിൽ ഇവിടെ നിങ്ങളൊരു പോയിന്റ് കണ്ടല്ലോ, ഇവിടെയും ഒരു പോയിന്റ് കണ്ടല്ലോ. നിങ്ങൾ അവിടെ നിങ്ങളുടെ പ്രൊട്ടാക്ടർ ഇവിടെ പ്രൊട്ടാക്ടർ വെക്കുക. 90 ഡിഗ്രി നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ കിട്ടും. അതേപോലെ തന്നെ ഇവിടെയും പ്രൊട്ടാക്ടർ വെക്കുക. ഇവിടെ നിങ്ങൾക്ക് 90 ഡിഗ്രി കിട്ടും. എന്നിട്ട് ചെയ്യേണ്ടത് ഇതൊന്ന് ജോയിൻ ചെയ്യുക. 90 ഡിഗ്രി വരുന്ന രീതിയിൽ ഇതൊന്ന് ജോയിൻ ചെയ്യാം. അതേപോലെ ഇവിടെയും ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ വളരെ സിമ്പിളാണ്. 90 ഡിഗ്രി കറക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കേട്ടോ 90 ഡിഗ്രി വരുന്നത്. ഇനി ഈ 4 എന്ന് പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് 4 cm അല്ല, അത് കട്ട് ചെയ്ത പാർട്ടാണ്. 3:4 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് കട്ട് ചെയ്തത്. ടോട്ടൽ 6 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഈ രണ്ട് പോയിന്റ്സ് ഇല്ലേ,
ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചാൽ മതി. അപ്പോൾ നോക്കിക്കേ നിങ്ങൾ, ഇത് രണ്ടും ജോയിൻ ചെയ്ത് ഞാനൊരു ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയതാ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മുടെ അതേ പെരിമീറ്ററുള്ള, ഇതാണെന്ത് നമ്മുടെ സെയിം പെരിമീറ്ററുള്ള ആ റെക്റ്റാങ്കിൾ ആയിട്ട് കിട്ടുന്നത്. സിമ്പിളാണ്, ഈസിയാണ്. സ്കെയിൽ എടുത്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെഷർമെന്റിൽ സംഭവം കിട്ടിക്കോളും. അപ്പോൾ നോക്കിക്കേ, ഇതാ ഇത് 4 ഇത് 3 റേഷ്യോ 3:4. ഇതിന്റെ ടോട്ടൽ ലെങ്ത് 6. അപ്പോൾ ഇത് ടോട്ടൽ 6 ആണെങ്കിൽ ഇതേ റേഷ്യോയിലാണ് നമ്മൾ ഇത് രണ്ടും എടുത്തത്. അപ്പോൾ അതേ റേഷ്യോയിൽ ഇത് രണ്ടും എടുത്തു. അപ്പോൾ 6ഉം 6ഉം ടോട്ടൽ 12. ഈസി ആണല്ലേ. ഇനി ഇതേ രീതിയിൽ നമ്മളോട് ട്രയാങ്കിളും വരയ്ക്കാൻ ചോദിക്കാം. നോക്കിയേ, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് പെരിമീറ്റർ 10 cm ആൻഡ് സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 3:4:5. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഇതേ രീതിയിൽ നമ്മളോട് ട്രയാങ്കിൾ വരയ്ക്കാനും ചോദിക്കാം. നോക്കിയേ, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് പെരിമീറ്റർ 10 cm 10 cm ചുറ്റളവുള്ള ഒരു ത്രികോണം വരയ്ക്കണം. റേഷ്യോ എന്താ, 2:3:4. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയടാ, ആദ്യം ആ 10 എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് നമുക്ക് വേണം. അപ്പോൾ 10 cm എടുക്കുക, 10 cm ഒരു ലൈൻ വരച്ച് വെക്കുക. ഓക്കെ, 10 cm ഒരു ലൈൻ വരച്ചു, ഈസിയാണ്. ഇനി 2:3:4 അല്ലേ, ഇതെല്ലാം കൂടി കൂട്ടി 2 3 5 5 + 4 എത്ര കിട്ടുക, 9. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 9 cm ഒരു ലൈൻ വരച്ചു വെക്കുക. ഓക്കെ, 9 cm ഒരു ലൈൻ വരച്ചു. അതിന് കട്ട് 2:3:4 എന്ന് പറഞ്ഞാൽ, അതായത് 2-ൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് 3-ൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, പിന്നെ 4. അപ്പോൾ അതാ 2:3:4 അല്ലേ, ഈസി. ഇനി ഇതാ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ രണ്ട് എൻഡ് പോയിന്റ്സുകളും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇനി ഇതിന് പാരലായിട്ട് ഇതാ ഇവിടെയും നമ്മളൊരു ലൈൻ വരയ്ക്കണം, പാരലൈന്. അതേപോലെ ഇവിടെ നിങ്ങളൊരു ലൈൻ വരയ്ക്കണം. ഈസിയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ച് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, നിങ്ങൾക്ക് താഴത്തെ വശമായിട്ട് കിട്ടിയത് നമ്മൾ എടുത്തത് എത്രയാണ്, 10 cm. അതാണ് നമ്മുടെ ത്രികോണത്തിന്റെ ചുറ്റളവ് വേണ്ടത്. ആൻഡ് നിങ്ങൾ നോക്കിക്കേടാ, ഇത് ടോട്ടൽ 10 ആണ്, പക്ഷെ കട്ട് ചെയ്യുന്ന റേഷ്യോ ഇത് 2 ഇത് 3 ഇത് 4. റേഷ്യോ 2:3:4 അല്ലേ, ഇത് ടോട്ടൽ 10 അല്ലേ. അപ്പോൾ നിങ്ങൾ 10 cm 2:3:4 എന്ന് പറഞ്ഞ റേഷ്യോ കട്ട് ചെയ്തല്ലോ. അപ്പോൾ ഈ 3 ഭാഗങ്ങളാണ് നിങ്ങളുടെ ട്രയാങ്കിളിന്റെ വശങ്ങളായിട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ സൈഡ്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ. ഈ ലെങ്ത്ത് ഞാൻ കോമ്പസിലെടുത്തു. ഈ ലെങ്ത്ത് കോമ്പസിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെങ്ത്ത് കോമ്പസിലെടുത്തിട്ട് ഞാൻ ഇങ്ങനെ നേരെ വന്ന് എന്ത് ചെയ്തു, താഴോട്ടേക്ക് ഇവിടേക്ക് ഒരു ആർക്ക് ചാപം വരച്ചു. അതായിക്കോട്ടെ. ഇനി ഞാൻ അതേപോലെ തന്നെ ഈ ലെങ്ത്തും കോമ്പസിലെടുത്തു, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് കൂടി വരച്ചു. ഓക്കെ, നോക്കിക്കേ. ഇനി 2 ആർക്കുകളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഇല്ലേ, ആ പോയിന്റിലേക്ക് ഈ പോയിന്റിലേക്ക് ഞാൻ ഇവിടെ നിന്ന് കൂട്ടി നീട്ടി വരച്ചു. ഓക്കെ, റെഡി. അപ്പൊ ഈ കണ്ട ഒരു സംഭവമല്ലേ, ഇതാണ് എന്ത് നമ്മുടെ ഗിവൺ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ ഏരിയ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഇതാണ് നമ്മുടെ ഗിവൺ ട്രയാങ്കിൾ. അതിന്റെ ഏരിയ അല്ല, അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാ, ഈ 10 cm തന്നെ ആയിരിക്കും, അതിലൊരു സംശയമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 3, 4, 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈസി ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.